Hello, welcome to Petsncrafts. This is Anju. ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ 4 ടൈപ്പ് വാൾ പ്ലേറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു എഡിഷൻ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പെയിന്റിംഗ് അല്ല ചെയ്യുന്നത്, പക്ഷേ ഇതേപോലെ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണത് എന്നുള്ളത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. ഇതിന് നമ്മൾ സിമ്പിൾ ആയിട്ട് എന്താ പറയുക, ഇതിന്റെ അറേഞ്ച് ചെയ്യാനൊക്കെയുള്ള കുറച്ച് ഈസി മെത്തേഡൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വാൾ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലേറ്റ് വേണം. ഞാൻ ഒരു ഫൈബറിൻ്റെ പ്ലേറ്റ് എടുത്തിരിക്കുന്നത്. അവിടെ ഇതേപോലെ അതിങ്ങനെ ഒരു പരന്ന പ്ലേറ്റാണ്. ഇനി നമുക്ക് വേണ്ടത് MCയിലാണ്. നമ്മൾ ഈ വെള്ള ലീക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിക്കാനൊക്കെ യൂസ് ചെയ്യില്ലേ. അപ്പോൾ ഇതറിയാത്തവർക്കായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ 2 പാക്കറ്റ് ഉണ്ടാവും. ഒരു പാക്കറ്റ് അതിൻ്റെ ഹാർഡനറും മറ്റേത് റെസിനും ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടിനും ഈക്വൽ എമൗണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് തുറന്ന് വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ വഴിക്ക് അടച്ച് നന്നായിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കുക, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോവും. ഈ ബ്ലാക്കാണ് ഇതിൻ്റെ ഹാർഡനർ. അപ്പോൾ ഇത് കൂടുന്തോറും പെട്ടെന്ന് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആവും. ഇത് കുറവാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആവാൻ ടൈം എടുക്കും. അപ്പോൾ രണ്ടും ഈക്വൽ എമൗണ്ട് ആവുകയാണ് എപ്പോഴും നല്ലത്. ഇത് ഇതേപോലെ നമ്മുടെ കയ്യിൽ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുക. അപ്പം നമ്മുടെ വല്ല ടാൽക്കം പൗഡറോ എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ അത്രയ്ക്ക് ഒട്ടില്ല കയ്യിൽ. പിന്നെ നമുക്കിത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അതിനും ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഇല്ലെങ്കിൽ അത് ഫുൾ ആ സർഫസിൽ മൊത്തം ഒട്ടിപ്പിടിക്കും. ഇത് നന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലേ ഇതേപോലത്തെ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റലിൻ്റെ അടപ്പുകൾ, അത് വെച്ചിട്ട് 2 സൈസിലുള്ള വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം. പെറ്റൽ കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്താലും മതി. നമുക്കിനി ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലത്തെ ആദ്യം ഒരു നീളമുള്ള പീസ് എടുത്തിട്ട് അതിൻ്റെ എന്താ പറയുക, അതിനെ നമുക്ക് കയ്യിലിട്ടൊന്ന് റോൾ ചെയ്തിട്ട് നടുവിലത്തെ ബഡാക്കാം. പിന്നെ അതിന് ശേഷം ഏറ്റവും ചെറിയ വട്ടം എടുത്തിട്ട് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലീഫാക്കുക, ആ പെറ്റലാക്കുക. അപ്പോൾ ആ പെറ്റൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മോൾഭാഗം ഒന്നിങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കണം. അതായത് ഒന്ന് സോഫൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ എന്താ പറയുക, വല്ലാതെ ടൈറ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ആ ഭംഗി പോവും. നമ്മുടെ കയ്യിൽ ഇതേപോലെ വല്ല നൈഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് നമുക്കിതിൻ്റെ പെറ്റലിലുള്ള കുറച്ച് ലൈൻസൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെയാണ് ആ ഭാഗത്തൊന്ന് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നടുവിൽ ആ തമ്പ് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അറ്റാച്ച് ചെയ്യാൻ സിമ്പിളായിരിക്കും. ഇതിൻ്റെ അറ്റത്തേക്ക് പോകും തോറും വലിയ പെറ്റൽസ് എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ കുറച്ച് ഗ്യാപ്പ് കൂടുതൽ വിട്ടിട്ട് പെറ്റൽസ് ഫിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഈ MCയിൽ ഈ മിക്സ് ചെയ്ത സംഭവം ഡ്രൈ അല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുഴഞ്ഞു വരും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മൾ അടുപ്പിച്ച് വെച്ചാൽ അത് ഓൾറെഡി പിന്നെയും അടുത്തേക്ക് വന്ന് ഇങ്ങനെ കൂടിപ്പോവും. അപ്പോൾ ആ റോസ് പൂൺ അത്ര ഭംഗി കിട്ടില്ല. ഞാൻ ഇതേപോലെ ഒരു 3-4 റോസ് പൂ വലുത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒക്കെ ചെറിയ പൂക്കളും ഉണ്ടാക്കണം. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് ലീവ്സും ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പൂക്കൾ ഉണ്ടാക്കുമ്പോൾ ഈ പെറ്റൽസിൻ്റെ ഇടയിൽ നല്ല ഗ്യാപ്പ് വേണം കേട്ടോ, എന്നാലാണ് നല്ല ഭംഗിയായിട്ട് ആ ഫ്ലവേഴ്സ് നിൽക്കുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആകുമ്പോഴേക്കും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഭംഗി പോവും. എന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങുമ്പോഴേക്കും ഇതിങ്ങനെ ചിലപ്പോൾ അടുത്തേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആകെ ഒട്ടിപ്പിടിച്ച മാതിരിയാവും. അപ്പോൾ അതൊന്ന് മാക്സിമം ശ്രദ്ധിക്കുക, നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് പെറ്റൽസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് ലീഫും ഉണ്ടാക്കാം. നമ്മൾ ആദ്യം ഏകദേശം ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വെറുതെ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഒന്ന് ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്യാൻ നിന്നാൽ നമുക്ക് അത്ര ഭംഗിയിൽ കിട്ടില്ല. പക്ഷേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളുമാണ്, പെട്ടെന്ന് ചെയ്ത് കഴിയുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നമുക്ക് എവിടെയെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഒന്ന് ബാക്കിലേക്ക് ആ ലീഫിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്താൽ കറക്റ്റ് റോസിൻ്റെ ലീഫ് പോലെ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ വെയിൻസൊക്കെ നമുക്ക് ഈ നൈഫ് വെച്ചിട്ട് തന്നെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യാതെ ഭയങ്കര സോഫ്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ വെയിൻസൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ ഈ ലീഫിൽ വെയിൻസ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് അമർത്തിയാൽ അത് കട്ടായി പോവും. പിന്നെ ചിലപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാനും പറ്റില്ല. അപ്പോൾ അത്രയും ഇത് വേസ്റ്റ് ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ടോട്ടൽ എല്ലാതും ചെയ്യാനുള്ള MCയിൽ ആദ്യം തന്നെ ഒരു വലിയ പീസ് എടുത്ത് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചാലും ശരിയാവില്ല. കാരണം അത് ഡ്രൈ ആയി പോവും. അത് ഡ്രൈ ആയാൽ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വീണ്ടും വേസ്റ്റ് ആയി പോവും. അപ്പോൾ കുറേശ്ശെ ആയിട്ട് MCയിൽ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു വർക്കിന് നിങ്ങൾ എത്ര ഫ്ലവേഴ്സും ലീവ്സും ഉണ്ടാക്കണോ അത്രയും ഭംഗിയുണ്ടാവും. പല വലുപ്പത്തിലുള്ള ലീവ്സും ഫ്ലവേഴ്സും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ആദ്യമൊക്കെ കാണിച്ചു തന്നത് 2 വലിയ ലീഫാണ്, ഇത് ചെറിയ ലീഫാണ്. അങ്ങനെ കുറച്ച് വലുപ്പത്തിലും ഭയങ്കര ചെറിയ ലീഫും ബഡ്സും ഒക്കെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഇതേപോലെ എടുത്തു വെച്ചാൽ നമ്മുടെ പ്ലേറ്റിൽ അക്രിലിക് പെയിൻറ് അടിക്കുക. സ്പ്രേ പെയിൻറ് ഉണ്ടെങ്കിൽ അതും ചെയ്യാം. ഞാൻ അക്രിലിക് പെയിൻറ് 2 കോട്ട് അടിക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ഗ്ലൂ ഗൺ എടുത്തിട്ട് നമുക്ക് ഈ ഫ്ലവേഴ്സ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് MCലിൻ്റെ അതേ കളർ തന്നെയാണ്. MCൽ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കളറിൽ തന്നെയാണ് വരിക. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇതിങ്ങനെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പ്ലേറ്റ് ആക്കിയിട്ട് ഇത് ഫുള്ള് ബ്ലാക്ക് ആക്കിയാലും നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഇതിൽ ഫെവിക്രിലിൻ്റെ പേൾ കളേഴ്സാണ് കൊടുക്കുന്നത്. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വാർണിഷ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് ആവണ രീതിയിലൊക്കെ നന്നായിട്ട് വാർണിഷ് ആക്കിയിരുന്നു. ബ്ലാക്ക് കളറിൽ വേണമെങ്കിൽ അങ്ങനെയും നിർത്താം. ഇതേപോലെ ഞാനൊരു ഷെയ്ഡൊക്കെ ലീഫിന് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് ഹാങ് ചെയ്യാനും ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. നമ്മുടെ ഈ പെപ്സി കൊക്കക്കോളേൻ്റെ ഒക്കെ ക്യാനിൽ ഒരു ഓപ്പണർ ഉണ്ടാവില്ലേ, ആ സാധനം നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റിയൊരു വർക്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ കുറേ വാൾ പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഹാങ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.